തിരുക്കുറൽ 133 അധ്യായം. അതാണ് ഈ കാണിച്ചത്. 133, 132, 131, അങ്ങനെ 130, 129, അങ്ങനെ 133 അധ്യായങ്ങളെ സാരങ്ങൾ, ശ്ലോകങ്ങൾ സാരങ്ങളാക്കി എഴുതി വെച്ചിട്ടാണ് കാണുന്നത്. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു തിരുക്കുറൽ, തിരുവള്ളുവർ. തമിഴ്നാട്ടിൽ വളരെ പ്രാചീനമായ ഒരു കൃതിയാണ്. അവരിത് പഠിക്കുന്നുമുണ്ട്. വീണ്ടും പുറത്ത് കളന്ന് ക്ലാസ് പ്രചലിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് വിവേകാനന്ദ സ്മാരകം കാണാം. പലർക്കും ഗ്ലാസ് ബ്രിഡ്ജ് എന്നും ഒരു അത്ഭുതമാണ്. ഇവിടെ താഴെ നോക്കിയാൽ താഴെ കടൽ തിരമാലകൾ ആർത്ത് അലച്ച് ഇരുമ്പി വലിയ വലിയ പാറകളിൽ തട്ടി ചിതറുന്ന ആ കാഴ്ചകൾ നമുക്ക് കാണാം. അത് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ട റോക്കിലേക്ക് നടക്കാം. കുറേ നാൾ മുമ്പ് വേണ്ട റോക്ക് ഓപ്പൺ ആയിരുന്നു. പിന്നെ കുറേ കൊല്ലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അതൊരു വിഷമമുണ്ടാക്കിയായിരുന്നു ട്രാവൽസിന്. അതൊന്ന് അകത്ത് കയറി കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ അതിനുള്ള സാഹചര്യം തമിഴ്നാട് ഒരുക്കിക്കുന്നു. ഒപ്പം തന്നെ ഒരു വിസ്മയ കാഴ്ച കൂടി ഒരുക്കിയിരുന്നു. അതാണ് അതിലെ ഏറ്റവും പ്രത്യേകത. ആ പാറകെട്ടുകളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിൽ വന്നലിക്കുന്ന കടൽ തിരമാലകളെ കണ്ടുകൊണ്ട് നമുക്ക് നടന്ന് ആസ്വദിക്കാനുള്ള ഒരു അവസരം തമിഴ്നാട് ഒരുക്കി. ഇതുപോലുള്ള നിർമ്മിതികൾ ഒരുക്കുന്നതാണ് ഒരു സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം കൈവരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ചോദിക്കും, പെരുവളിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കിയ പട്ടിണി മാറുമെന്ന് ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ, ഉടക്ക ചോദ്യങ്ങൾ ചോദിക്കലാണല്ലോ നമ്മുടെ മെയിൻ പണി. അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 പേരെങ്കിലും വരുന്നുണ്ടായിരിക്കും. ഒരാളിൽ നിന്ന് ഏകദേശം 100 രൂപയാണ് ഇവിടെ വാങ്ങുന്നത്. 75 രൂപ ബോട്ട് ഫീയും 30 രൂപ എൻട്രി ഫീയും. അപ്പോൾ 105 രൂപ. 100 പേരിൽ നിന്ന് 100 രൂപ ഒരാളിൽ നിന്ന്. അപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 30,000, 50,000, 1000 ആൾക്കാർ വരും. എത്ര 1000 രൂപ, എത്ര ലക്ഷം രൂപയുണ്ടാവും. ഇതാണ് സ്റ്റേറ്റിൻ്റെ GDPയെ വളർത്തുന്നത്. അതുകൊണ്ട് ഒടുക്ക ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ GDP അല്ല, ഒന്നും വളരില്ല. അവരും വളരില്ല, GDP വളരില്ല, ഒന്നും വളരില്ല. അതാണ് സത്യം. ഓക്കെ, ഇത് പറഞ്ഞാൽ വേറെ പുല്ലുവല്ലിക്ക് ചെന്ന് പെടും. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു.